മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ബിഗ് ബോസിൽ ഇപ്പോൾ ജീവനും സോഫിയയും വന്നിരിക്കുകയാണ്. ഇരുവരും ഗസ്റ്റായിട്ടാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നത്. ഒരു സീരിയലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റിൽ ഇനി മുതൽ 10:30 തുടങ്ങുന്ന ഒരു പുതിയ സീരിയലിൻ്റെ പ്രൊമോഷനായിട്ട്. എന്തായാലും ഈ ജീവനെ കണ്ടതോടെ അനുമോള് പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മുഖഭാവമൊക്കെ മാറുകയാണ്, ശോകമൂഖമാകുന്നു. പിന്നീട് അനുമോള് ആദിലയും നൂറയും കൂട്ടി ചേഞ്ചിങ് റൂമിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന് അനുമോള് പൊട്ടിക്കരയുന്നുണ്ട്. എന്തായാലും മുഖമൊക്കെ കുറച്ച് വീർത്ത് വളരെ സങ്കടഭാവത്തിലാണ് ഇറങ്ങി വരുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ അനുമോള് ആദിലോട് പറഞ്ഞിരുന്നു, അതായത് ജീവനെ പറ്റി, എൻ്റെ ലൈഫ് നശിപ്പിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം മാക്സിമം അനുമോള് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി നിൽക്കുകയാണ്. ജീവൻ്റെ അടുത്തേക്കേ പോകുന്നില്ല, ജീവനോട് സംസാരിക്കുന്നില്ല. സോഫിയോട് സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ജീവൻ്റെ അടുത്തേക്ക് പോകുന്നേയില്ല. ഓൾറെഡി ജീവൻ പ്രൊമോഷൻ്റെ ഭാഗമായി ബിഗ് ബോസിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടാണ് ജീവൻ എന്നുള്ളത്. എന്തായാലും ഇവർ തമ്മിലുള്ള ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആ സമയത്ത് അനുമോള് പറയുന്നത് ബോയ് ഫ്രണ്ടൊന്നുമല്ല, ഫ്രണ്ടാണ് എന്നാണ്. എന്തായാലും ഇപ്പോൾ ഫ്രണ്ടാണെങ്കിലും ലവറാണെങ്കിലും മിണ്ടുന്നില്ല, ഒരു രീതിയിലും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവസാനം എല്ലാവരും ഇവരെ യാത്രയാക്കാൻ പോകുമ്പോഴും ആദിലയും നൂറയും അനുമോളും പ്രധാന വാതിലിൻ്റെ ആ ഭാഗത്തേക്കേ പോകുന്നില്ല, മെയിൻ ഡോറിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അവസാനം ഫോട്ടോ എടുക്കാമെന്ന് പറയുമ്പോഴാണ് അനുമോൾ അങ്ങോട്ട് ചെല്ലുന്നതും. അനുമോള് മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവസാനം യാത്ര പറയുന്ന സമയത്ത് എല്ലാവർക്കും കൈ കൊടുക്കുന്ന സമയത്ത് ജീവൻ വന്ന് അനുമോൾക്ക് കൈ കൊടുക്കുന്നു. പക്ഷെ അനുമോള് വളരെ സങ്കടപ്പെട്ടാണ് കേട്ടോ ജീവന് കൈ കൊടുത്തത്. അത് നമുക്ക് അനുമോളുടെ മുഖത്തു നിന്നും അറിയാവുന്നതാണ്. അതും ജീവൻ മുൻകൈ എടുത്ത് അനുമോളുടെ അടുത്തേക്ക് വന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്തത് കൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ അനുമോള് മാക്സിമം ഒഴിഞ്ഞു മാറി തന്നെ നിൽക്കുമായിരുന്നു. അനുമോൾക്ക് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നും അത് പിന്നീട് ബ്രേക്കപ്പ് ആയെന്നും ഒരിടത്തൊരിടത്തെന്ന് പറയുന്ന ആ ടാസ്ക് നടന്ന സമയത്ത് അനുമോൾ തന്നെ മസ്താനിയോട് സമ്മതിച്ചതാണ്. പക്ഷേ ആ റിലേഷൻഷിപ്പാണോ ഈ ജീവൻ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും മാക്സിമം അനുമോള് ജീവനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, കാരണം അതവരുടെ പേഴ്സണൽ കാര്യമാണ്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഒരു ഇൻ്റർവ്യൂവിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമാണ്, അന്ന് ആ ആങ്കർ അനുമോളോട് ചോദിക്കുന്ന സമയത്ത് അനുമോൾ പറഞ്ഞത് ജീവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾ കല്യാണമൊന്നും കഴിക്കില്ല എന്നാണ്. എന്തായാലും ഇവർ തമ്മിൽ ഇപ്പോൾ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ജീവൻ വന്ന സമയത്താണ് അനുമോള് ആദിലേനെയും നൂറയും വിളിച്ചുകൊണ്ടുപോയി ചേഞ്ചിങ് റൂമിലിരുന്ന് സംസാരിക്കുന്നത്. ചിലപ്പോൾ അനുമോൾക്ക് സങ്കടം വന്നിട്ട് കരയാൻ വേണ്ടി പോയതായിരിക്കും, കാരണം അനുമോൾ ഇപ്പോൾ മാക്സിമം ആരും കാണാതെ കരയാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ജീവൻ പോയതിന് ശേഷവും അനുമോള് ആദിലേനെയും നൂറയും വിളിച്ചുകൊണ്ട് വീണ്ടും ചേഞ്ചിങ് റൂമിലേക്ക് പോയി. ഇവർ ചേഞ്ചിങ് റൂമിൽ കയറിയിരുന്ന് സംസാരിക്കുന്നത് മാത്രമല്ല കുഴപ്പം, ഇവർ മൈക്ക് മാറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇവരെ വാൺ ചെയ്തു, ചേഞ്ചിങ് റൂമിലിരുന്ന് ആരും സംസാരിക്കാൻ പാടില്ല എന്ന്. കാരണം ചേഞ്ചിങ് റൂമിൽ ക്യാമറ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ഫേസ് കാണാൻ പറ്റില്ല. അതിൻ്റെ കൂടെയാണ് ഇവർ മൈക്കും കൂടി മാറ്റി വെച്ച് സംസാരിക്കുന്നത്. ഓൾറെഡി ജീവനുള്ള സമയത്ത് ഇവർ 3 പേരും ഇത് ചെയ്തതാണ്. പിന്നീട് ജീവൻ പോയതിന് ശേഷം വീണ്ടും ആവർത്തിച്ചത് കൊണ്ടാണ് ബിഗ് ബോസ് ഇവർക്ക് വാണിംഗ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു ശോകമൂക ഭാവമാണ് അനുമോൾക്കിപ്പം. ആകെ ഒരു മൂഡ് ഓഫ് ആയിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.